ഒരു സാമ്രാജ്യത്വ ശക്തിയിൽ നിന്ന് മറ്റൊരു സാമ്രാജ്യത്വ ശക്തിയിലേക്ക് 1980കളിലും 90കളിലും ടിബറ്റിന്റെ പ്രത്യേകതയായിരുന്നു അത്. ലോക നേതാക്കൾ, ഹോളിവുഡ് നടീനടന്മാർ, മനുഷ്യാവകാശ പ്രവർത്തകർ എല്ലാവരും ചൈനയിൽ നിന്ന് ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുയർത്തി. പക്ഷെ ഇന്ന് ആ പ്രസ്ഥാനം അതിന്റെ എല്ലാ ഉത്സാഹങ്ങളും നഷ്ടപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. ലോകം മുന്നോട്ടു പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാർച്ച് 10 ടിബറ്റൻ പ്രക്ഷോഭ ദിനമായിരുന്നു. 1959 ആ ദിവസം ടിബറ്റുകാർ ചൈനയ്ക്കെതിരെ ഒരു കലാപം നടത്തി. ചൈനയുടെ അടിച്ചമർത്തൽ പതിനായിരക്കണക്കിന് ടിബറ്റുകാരെ കൊന്നൊടുക്കി. അവരുടെ ആത്മീയ നേതാവായ ദലൈലാമയെ പലായനം ചെയ്യാൻ നിർബന്ധിതനാക്കി. അതിനുശേഷം അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രൊഫൈലുള്ള അഭയാർത്ഥിയായി ഇന്ത്യയിൽ താമസിച്ചു വരുന്നു. ഇപ്പോൾ ദലൈലാമയ്ക്ക് 89 വയസ്സായി. ഈ വർഷം ജൂലൈയിൽ അദ്ദേഹത്തിന് 90 വയസ്സ് തികയും. അതിനാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പിൻഗാമി ആരായിരിക്കുമെന്ന ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഭാവിയിൽ ടിബറ്റുകാരെ ആരായിരിക്കും നയിക്കുക? ദലൈലാമയ്ക്ക് അതിനൊരു ഉത്തരമുണ്ട്. അദ്ദേഹത്തിന്റെ പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് ഒരു സ്വതന്ത്ര ലോകത്ത് ജനിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലാമ ഒരു വ്യക്തി മാത്രമല്ല, അതൊരു സ്ഥാനം കൂടിയാണ്. ടിബറ്റിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നേതാവിനെ ദലൈലാമ എന്നാണ് വിളിക്കുന്നത്. ദലൈലാമ മരിക്കുമ്പോൾ അദ്ദേഹം പുനർജന്മം പ്രാപിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് മാറുമെന്നാണ് വിശ്വാസം. നിലവിലെ ദലൈലാമ തന്റെ പിൻഗാമിയെക്കുറിച്ച് വളരെയധികം ആശങ്കയിലാണ്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് തന്റെ മരണത്തോടെ ഈ സമ്പ്രദായം അവസാനിക്കുമെന്നായിരുന്നു. മറ്റൊരു അവസരത്തിൽ പിൻഗാമി ഒരു സ്ത്രീ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പറയുന്നത് പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് ജനിക്കുമെന്നാണ്. ചൈന ഇതൊന്നും അംഗീകരിക്കുന്നില്ല. എങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്ക് പെട്ടെന്ന് മതത്തോട് ഭ്രമം തോന്നിയ പോലെയാണ്. അവരിപ്പോൾ ടിബറ്റൻ പാരമ്പര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അടുത്ത ദലൈലാമ ചൈനയിൽ നിന്ന് വരണമെന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ പറയുന്നു. 14ാമത് ദലൈലാമ ഒരു രാഷ്ട്രീയ പ്രവാസിയാണ്. മതത്തിന്റെ മറവിൽ ചൈന വിരുദ്ധവും വിഘടനവാദപരവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ടിബറ്റൻ ജനതയെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശവുമില്ല. ദലൈലാമയുടെ അനന്തരാവകാശം ഉൾപ്പെടെ ടിബറ്റൻ ബുദ്ധമതത്തിന്റെ പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും മതപരമായ ആചാരങ്ങളും ചരിത്രപരമായ പാരമ്പര്യങ്ങളും പാലിക്കുകയും ആഭ്യന്തരമായി അന്വേഷിച്ച് സ്വർണ്ണച്ചെവിയിൽ നിന്ന് ചീട്ടെടുക്കുന്ന രീതി പിന്തുടരുകയും വേണം. ഈ പറഞ്ഞതൊന്നും ആർക്കും കെട്ടിച്ചമയ്ക്കാൻ കഴിയില്ല. ടിബറ്റൻ ബുദ്ധമതത്തെ ഞങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ചൈന പറയുന്നത്. മഠങ്ങൾ തകർത്ത, ടിബറ്റൻ സന്യാസിമാരെ കൊന്നൊടുക്കിയ അതേ ചൈനയാണിത് പറയുന്നതെന്ന് ഓർക്കണം. പിന്നെ എന്തുകൊണ്ടായിരിക്കും ചൈനയ്ക്ക് പെട്ടെന്നൊരു മതപരമായ ഉണർവും സ്നേഹവും ഒക്കെ ഉണ്ടായത്? സംശയമില്ല, രാഷ്ട്രീയം തന്നെയാണ് അതിന് കാരണം. ചൈനയ്ക്ക് അടുത്ത ദലൈലാമയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ടിബറ്റുകാരെയും നിയന്ത്രിക്കാൻ കഴിയും. അടിസ്ഥാനപരമായി ഒരു കളിപ്പാവയായ ഭരണാധികാരിയെ സൃഷ്ടിക്കുക എന്നതാണ് ചൈന ലക്ഷ്യമിടുന്നത്. എന്നാൽ അതിനുള്ള പിൻഗാമി ചൈനയിൽ നിന്നാണ് വരേണ്ടത്. ഉദാഹരണത്തിന്, അവർ ഇന്ത്യയിൽ ജനിച്ചാൽ ചൈനയ്ക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതിനാലാണ് പിൻഗാമിയെ ചൊല്ലിയുള്ള ഈ തർക്കം. ജൂലൈ ആകുമ്പോഴേക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത പ്രതീക്ഷിക്കാം. അന്നേരമാണ് മുൻപ് സൂചിപ്പിച്ച പോലെ ദലൈലാമയ്ക്ക് 90 വയസ്സ് തികയുന്നത്. അപ്പോഴേക്കും തന്റെ പിൻഗാമിയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മെ നീണ്ട ഒരു ടിബറ്റൻ പ്രസ്ഥാനത്തിന്റെ കഥയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പറയുന്നത് വളരെ അഭിമാനികളായ ഒരു ജനതയെക്കുറിച്ചാണ്. അവരുടെ സംസ്കാരം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ചൈനീസ് അധിനിവേശത്തെ ചെറുക്കാൻ തങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കൊണ്ടല്ല പാശ്ചാത്യർ അവരെ പിന്തുണച്ചത്. പാശ്ചാത്യ പിന്തുണയ്ക്ക് കാരണവും പൂർണ്ണമായും രാഷ്ട്രീയമായിരുന്നു. 1980കളിലും 90കളിലും 2000ത്തിലും ടിബറ്റ് അമേരിക്കക്കാർക്ക് ഉപയോഗപ്രദമായ ഒരു ഉപകരണമായിരുന്നു. ചൈനയെ നിയന്ത്രിക്കാനുള്ള വെറുമൊരു ഉപകരണം. ചൈനക്കാരുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഉപകരണം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. 1990 മുതലുള്ള എല്ലാ US പ്രസിഡന്റുമാരും ദലൈലാമയെ കണ്ടിരുന്നു. ഡൊണാൾഡ് ട്രംപിൽ അവസാനിച്ച ഒരു പരമ്പര. ആദ്യ ടൈമിൽ ട്രംപ് ദലൈലാമയെ കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ജോ ബൈഡനും കണ്ടില്ല. അപ്പോഴേക്കും US തായ്വാനിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എല്ലാ പിന്തുണയും തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, അവ തന്ത്രപരമായ നേട്ടത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അമേരിക്കക്കാർക്ക് തായ്വാന്റെ സ്വയംഭരണത്തെക്കുറിച്ച് ശ്രദ്ധയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് തന്നെ പറയാം. അവർക്ക് ചൈനയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും ശ്രദ്ധയില്ല. യൂറോപ്പിൽ യുക്രൈന്റെ പരമാധികാരത്തെക്കുറിച്ചും അവർക്ക് ശ്രദ്ധയില്ല. അവർക്ക് റഷ്യയെ നിയന്ത്രിക്കാനാണ് കൂടുതൽ താല്പര്യം. അതിലാണ് അമേരിക്കയുടെ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നതും. ടിബറ്റുകാർക്ക് വരാനിരിക്കുന്നത് നിർണായകമായ കാലഘട്ടമാണ്. അടുത്തിടെ ദലൈലാമ ഒരു പത്രത്തിൽ ജിൻ പിങ്ങിനുള്ള തന്റെ നിർദ്ദേശം ഒരു ലേഖനമായി എഴുതി ഒരു പത്രത്തിൽ വന്നിരുന്നു.
ടിബറ്റിന്റെ ചരിത്രപരമായ പദവി ഉണ്ടായിരുന്നിട്ടും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ തന്നെ തുടരുമ്പോൾ ടിബറ്റൻ ജനതയ്ക്ക് അവരുടെ വ്യക്തിപരമായ ഐഡന്റിറ്റി, ഭാഷ, സംസ്കാരം എന്നിവ ഉപയോഗിച്ച് ടിബറ്റൻ പീഠഭൂമിയിൽ തഴച്ചു വളരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പോഴും അതുതന്നെയാണ് വിശ്വസിക്കുന്നത്. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു രാഷ്ട്രീയ പരിഹാരമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ ചൈനയുടെ മടിത്തട്ടിൽ തുടരും, പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണവും അവകാശങ്ങളും വേണം. ചൈന ഒരിക്കലും അതിനോട് യോജിക്കില്ല. അവരങ്ങനെ ചെയ്താൽ ഷിൻജാങ് അല്ലെങ്കിൽ മംഗോളിയ പോലുള്ള മറ്റിടങ്ങളിൽ നിന്ന് സമാനമായ ആവശ്യങ്ങൾ ഉയർന്നുവരും. ടിബറ്റിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ വരാനിരിക്കുന്ന പിൻഗാമിയാണ്. അതൊരു ദുഃഖദിനമായിട്ടായിരിക്കും ആചരിക്കുക. എന്നാൽ അവർക്കത് വീണ്ടും വാർത്തകളിൽ ഇടം നേടാനും തങ്ങളുടെ പ്രസ്ഥാനത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു അവസരമായി അതിനെ കാണും. കാരണം ടിബറ്റിലുള്ളവർ ചൈനയുടെ അടിച്ചമർത്തലല്ല ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് ടിബറ്റുകാർ നിലയുറപ്പിച്ചിരിക്കുന്നത്.